ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതിൽ നല്ലൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റിൻ്റെ ചെറിയ കുറഞ്ഞ പൈസക്ക് വാങ്ങിച്ച ബെഡ്ഷീറ്റിൻ്റെ ഒരു ഇതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മീൻ കറീൻ്റെ റെസിപ്പിയും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ല. അപ്പോൾ ഇതാ രാവിലെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിന്. ഇന്ന് രാവിലെ ചായക്ക് പത്തിലാണ് കേട്ടോ. അപ്പം പത്തിലും കടലക്കറി ഉണ്ടായിന് കേട്ടോ. ഇന്നലെ രാവിലെ വെച്ചത് അങ്ങനെ ഫ്രിഡ്ജിലുണ്ടായിന്. അപ്പോൾ അതും ചൂടാക്കാൻ വെച്ച് മക്കൾക്ക് കടലക്കറിയൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ അവർക്ക് രാവിലെ നെയ്യും പഞ്ചസാരയെല്ലാം എന്നിട്ട് ഇഷ്ടം. അപ്പം അവർക്ക് ഞാൻ നെയ്യും കൂട്ടിയിട്ട് കൊടുക്കാൻ വെച്ച് അപ്പോൾ ഇതാ ഞാൻ ഒരു പത്തിലായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ മദ്രസ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പത്തിലിടാൻ വന്നിട്ടുണ്ടായിന്. അപ്പം ഇങ്ങനെ മക്കൾ ഇങ്ങനെ കറിയൊന്നും കൂട്ടാതെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം എന്നിട്ട് ചെയ്യുന്നത്. നെയ്യും പഞ്ചസാര അധികം ഉപയോഗിക്കില്ല. കുറച്ച് പഞ്ചസാരയും കൂടുതൽ നെയ്യാക്കിയിട്ട് കൊടുക്കും. അപ്പം നെയ്യ് രാവിലെ കഴിക്കുന്നത് നല്ലതെന്നെല്ലാം പറയുന്നുണ്ടായിന്. നല്ല വയറിന് നല്ലതാണെന്നെല്ലാം പറയുന്ന ഒരു യൂട്യൂബിൽ ഞാൻ കേട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നെയ്യ് ഞാൻ രാവിലെ ഇങ്ങനെ അധികം അവർക്ക് ഇഷ്ടമാണ്. ഞാൻ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പം അവർക്ക് ഭയങ്കര കാര്യമാണ് ഈ നെയ്യും പഞ്ചസാരയും അങ്ങനെയെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കറിയെല്ലാം കൂട്ടിയാലും അവർ കഴിക്കൽ കുറവാണ് കേട്ടോ. ഒന്നും കഴിക്കൂല, അതേപോലെ കഴിച്ചിട്ട് വെച്ചിട്ടെല്ലാം പോവും. അപ്പം രാവിലെ പൊതുവേ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ താല്പര്യത്തോട് കൂടി തിന്നുമല്ലോ. പത്തിലെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പുതിയ ഓട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓണമെല്ലാം ഉണ്ടായിരുന്നു. ഓഫറിലായിട്ട് പുതിയ ഓട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഓട് തന്നെയാണ് കേട്ടോ. എൻ്റെ പത്തിൻ്റെ ഓടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ഏതോ ഉണ്ടായിട്ടാട്ടോ. അപ്പം ദോശ ഇടാനെടുത്തിട്ട് ഇത് പത്തിൻ്റെ ഓട് പുതിയതായിട്ട് വാങ്ങിച്ചേട്ടാ. ഒരു കൊല്ലത്തെ ഗ്യാരൻറ്റി ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഓട് തന്നെയാണ്, മാഷാ അല്ലാ. അപ്പം വേഗമായി കിട്ടുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പത്തിലെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് ഉച്ചക്കേക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡെയിലി ഞാൻ കൊടുക്കലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കൊടുക്കും കേട്ടോ. എന്തെങ്കിലും മുട്ട പൊരിച്ചതോ അങ്ങനെ സാലഡോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് സോയാബീൻ തന്നെ കൊടുക്കലില്ല ഡെയിലി ആയിട്ട്. അപ്പോൾ അത്യാവശ്യം അങ്ങനെ കൊടുക്കും കേട്ടോ. പറയുന്ന സമയം കഴിയുമ്പോൾ കൊടുക്കും അങ്ങനെയായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിന്. അതിപ്പോൾ ചെറുങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ചെറുതാണ് കേട്ടോണ്ടായിന്. അപ്പോൾ ചെറുത് തീർന്നിട്ടുണ്ടായി. ചെറുതാണ് നല്ലത്. ചെറുതാകുമ്പോൾ മുറിക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വേഗം കുതിർന്ന് കിട്ടുകയും ചെയ്യും. നല്ലൊരു രസമാണ് അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വലുതാകുമ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിക്കണം, അങ്ങനെയെല്ലാം ചെയ്യും. ചെറുതാകുമ്പോൾ നല്ല കാണാനും അത്യാവശ്യം നല്ലോണം ഉണ്ടാവില്ല കേട്ടോ. കാണാനും നല്ല ഇതുണ്ട്, കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിഴിഞ്ഞെടുത്തതിൽ ഞാനിതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊരിച്ചാൽ, ഇതേപോലെ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സോയാബീൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചേർത്ത് കൊടുത്താൽ നമ്മളെ മെയിൻ സാധനമായ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റും കിട്ടും, നല്ലൊരു മണവുമായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിലേക്ക് നല്ല ക്രിസ്പിക്കെല്ലാം വേണ്ടിയിട്ട് നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരിയും കോൺഫ്ലവറിൻ്റെ പൊടിയും ഈ സോയാബീനിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ക്രിസ്പിയും ഉണ്ടാവും, ആ ഒരു വിനാഗിരിൻ്റെ ടേസ്റ്റും നല്ലതുപോലെ ഉണ്ടാവും. അപ്പോൾ സോയാബീൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കാത്തവർ ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പൊരിക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ലാസ്റ്റ് നമുക്ക് പിന്നെ പൊരിഞ്ഞ സമയം ആ എണ്ണയിൽ ഇങ്ങനെ പുറത്തേക്ക് തന്നെ വരും കേട്ടോ. എണ്ണ ആദ്യം എല്ലാം കുടിക്കും, പിന്നെ എന്നിട്ട് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് പയ്യെ പുറത്തേക്ക് പൊരിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാൻ ലാസ്റ്റ് നോക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പം കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ കത്തിയിട്ടുണ്ടായിന്. അപ്പം കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കേണ്ട ഇതന്നെ. പക്ഷേ കുറച്ചൊരു ഇതാകുമ്പോൾ തന്നെ നമുക്ക് ഇളക്കണം കേട്ടോ. പക്ഷേ പിന്നെ ഞാൻ അപ്പുറം അങ്ങോട്ട് പോയിട്ടുണ്ടായിന്, പുറത്തേക്ക് കറിവേപ്പില ഒരിക്കാൻ പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം കുറച്ച് കത്തിപ്പോയിട്ടു. അപ്പം കഴിക്കാൻ കഴിയും കേട്ടോ എന്തായാലും, പിന്നെ അങ്ങനെ കത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഇടായിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടതിന്. അപ്പോൾ ചോറ് വേഗം വാർത്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചോറ് വെച്ചിട്ട് വെള്ളം ഞാൻ വേറെ ഊറ്റിയിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നേരെ ഞാൻ കഞ്ഞിക്കലത്തിലേക്കുള്ള ഇങ്ങനെ ചെരിച്ച് വെക്കലാണ്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം പോവും. അപ്പം ബീൻസ് ഉണ്ടായിന് കേട്ടോ, കുറച്ച് ബീൻസ് അത് മുറിച്ച് ഉച്ചക്കേക്ക് വറുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എല്ലാ പണിയും തീർത്തിട്ട് ഫ്രീ ആയാൽ പിന്നെ നമുക്ക് പിന്നെ കിച്ചണിലേക്ക് അങ്ങനെ വരേണ്ട പണിയൊന്നുമില്ലല്ലോ. അപ്പം രാവിലെ തന്നെ ഞാൻ എല്ലാ പണിയും എടുത്ത് തീർക്കുന്നുണ്ട്. രാവിലെ നമുക്ക് പണികളെല്ലാം തീർന്നാൽ നല്ലൊരു ആശ്വാസമായിരിക്കുമല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ രാവിലെ ചോറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തെടുത്താൽ ഭയങ്കര നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാവും. ആ പണികൾ തീർന്നാൽ പിന്നെ ഒരാശ്വാസമാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. രാവിലെ എല്ലാം ഉണ്ടാക്കി എല്ലാം റെഡിയാക്കിയിട്ട് ആ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും രാവിലെ തീർത്താലും നമുക്ക് എത്രയും സമയം ഇഷ്ടം പോലെ സമയം കിട്ടുകയും ചെയ്യും. കൂടുതൽ സമയം നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മീൻ കറിയൊക്കെ അരിച്ച് മത്തി മുളക് കറിയൊക്കെ അരിച്ച് കേട്ടോ. മത്തിയാണ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിന്. അപ്പം എന്താ കുറച്ച് ഓയിലിൽ മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നമ്മൾ ഈ മീൻ കറിയിലെല്ലാം ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഉലുവ പിന്നെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും കിട്ടും. ആ മീൻ കറി നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ മത്തിയാണ് കേട്ടോ ഉണ്ടായിന്. ഇന്നലെയൊക്കെ വരുമ്പോൾ രാത്രി കൊണ്ടുവന്നിട്ടുണ്ടായി. അത് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന് കേട്ടോ രാത്രി തന്നെ. അപ്പം അത് കറിയൊക്കെ വിചാരിച്ചേട്ടോ. അപ്പോൾ ഇത് കാച്ചിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പം കുറച്ച് സവാള ഇട്ടിട്ടുണ്ടായിന്. ഏകദേശം അരക്കഷ്ണോളം സവാള ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. കുറച്ച് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിന് ബീൻസ് വറവിനിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ സവാള നല്ലതുപോലെ ഒന്ന് പാകുന്ന ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റാക്കി അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാനിതാ സവാള വഴണ്ടി വന്നതിന് ശേഷം ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം ചേർത്ത് കൊടുത്തിട്ട് ആ പച്ചമുളക് എന്താ വെച്ചാൽ നമ്മൾ മുളക് അറിയാലോ വെക്കുന്നത്, തേങ്ങ അരച്ച് കൂട്ടുന്നില്ലല്ലോ. അപ്പം നല്ല എരിവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഏകദേശം ഒരു 3 പച്ചമുളകോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ ഈ മത്തിയെല്ലാം കറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ കാച്ചിയിട്ട് കറി വെച്ചാൽ. അപ്പം ഇത് ഞാൻ കുറച്ച് സമയം ഒന്ന് പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ, അതെല്ലാം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. കഴിയുന്നത് നമ്മൾ മീൻ കറിയെല്ലാം മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ ഒന്നാമത് ഇങ്ങനെ ചെറിയ മീനെല്ലാം കിട്ടുമ്പോൾ ഇതേപോലെ മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും മുളക് പൊടിയും മിക്സ് ആക്കിയതാണ് കേട്ടോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് മുളക് അങ്ങനെ വേണ്ടിയും വരില്ല, നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ അതുപോലെ നമുക്ക് വയറിനെല്ലാം നല്ലതാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്താൽ.
അപ്പം മഞ്ഞൾപ്പൊടി നമുക്ക് എന്തെങ്കിലും വിഷാംശങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടുമല്ല. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് നമ്മൾ മുളക് കറിക്കെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ പിന്നെ ആ കറി നല്ലൊരു കളറായിട്ട് തന്നെ കാണും കേട്ടോ. അധികം മുളക് ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പുളി ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെയ്യുന്നത്. അപ്പം പുളി വെള്ളമാക്കിയിട്ട് ഒഴിക്കുന്നൊന്നുമില്ല, ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ആ പുളിയെല്ലാം കറിയിൽ ചേർന്ന് കിട്ടും കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പെല്ലാം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഈ മുളക് കറി തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ആ സമയം പിന്നെ ഗ്യാസിനെല്ലാം ഇങ്ങനെ ഓയിലെല്ലാം തെറിച്ചിട്ടുണ്ടാവില്ല, അത് അപ്പാടെ തന്നെ നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. ആ മുളക് പിന്നെ നല്ലതുപോലെ തിളച്ച് വരണം. അത്യാവശ്യം അതിൻ്റെ പച്ചമണവും എല്ലാം മാറി കിട്ടിയതിന് ശേഷം നമുക്ക് മീനിടാൻ പാടില്ല കേട്ടോ. ഓരോരാളും ഓരോരോ ടൈപ്പിലായിരിക്കുമല്ലോ കറി വെക്കൽ, മീൻ കറി. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ, മത്തിയെല്ലാം കിട്ടിയാൽ ഇങ്ങനെയാണ് മീൻ കറി വെക്കൽ, മുളക് കറി ഇങ്ങനെയാണ് വെക്കൽ. അത് അപ്പുറത്തുനിന്ന് ആകുമ്പോഴത്തേക്ക് ഞാനിപ്പുറം ബീൻസ് വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി തെറിക്കുന്നത് കണ്ടിട്ട് ഇപ്പുറത്തെ മൂടി എടുത്തിട്ട് അപ്പുറം വെച്ചതാണ് കേട്ടോ. നല്ല പണി കിട്ടിയിട്ടുണ്ടായിന്. അപ്പം തുറക്കാൻ കഴിയാത്ത അവസ്ഥയായിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അതിൻ്റെ ആവി വന്നിട്ട് വെള്ളമല്ലേ, അപ്പം ഇപ്പുറം ഓയിലും അതും എല്ലാം കൂടി മിക്സായിട്ട് നല്ല തുറക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ലാസ്റ്റ് കുറച്ച് കടുക് എത്തിയിട്ടുണ്ടായി. പിന്നെ കുഴപ്പമില്ല, പോട്ട് നിരയിച്ചിട്ട് ഞാൻ അതിൽ തന്നെ വറവ് ആക്കുന്നതാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടാട്ടോ കഴിക്കുമ്പോൾ. അപ്പം കടുക് അങ്ങനെ കുറച്ച് കത്തിയിട്ടുണ്ടായിന്. അപ്പം നല്ല പണി കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. ഓയിൽ തെറിക്കണ്ടായി ചോദിച്ചിട്ടാണ് അങ്ങനെ മൂടി വെച്ചത്. പെട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിട്ടാട്ടോ അടുത്ത് ഇങ്ങനെ മൂടി വെക്കാൻ, കടുക് പൊട്ടുമ്പോൾ തന്നെ മൂടി വെക്കാൻ എനിക്ക് അത്ര ഓർമ്മയുണ്ടായിട്ട്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് കറി തിളക്കുന്ന ആ മൂടി എടുത്തിട്ട് ഇതിൽ വെച്ചതാണ് കേട്ടോ. അപ്പം എല്ലാം കൂടി അങ്ങോട്ട് നല്ലോണം തെറിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ബീൻസിൽ ഉള്ളി സവാള ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ വറവിൽ, ഈ ബീൻസ് വറവിൽ, പയർ വറവിൽ ഇതിലെല്ലാം സവാള ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സവാള ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. ഏകദേശം ഒരു 1/4 മുറിയോളം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഇനി ഇത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതവിടെ പൊത്തി വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. അത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമ്മളെ ഇപ്പുറത്തുനിന്ന് കറി നല്ലോണം മുളക് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് കറി വെക്കുമ്പോൾ. ഇനി മീൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ കലക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മീനൊന്ന് തിളച്ച് വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിന് നമുക്ക് നല്ലൊരു നിറം കിട്ടും കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ മുളക് കറി വെക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല നിറം കിട്ടും. അപ്പോൾ നമ്മളെ മീനെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ മത്തിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. മത്തി മുളകിട്ട കറിയുടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. അപ്പോൾ ചോറിൻ്റെ ഒക്കെ ആയാലും ചപ്പാത്തിൻ്റെ ഒക്കെ ആയാലും എന്തിൻ്റെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കറി നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മൺചട്ടിയിലെല്ലാം വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ മീനെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിന്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീത്ത കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഒഴിക്കാം കേട്ടോ. ഞാനതൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. മൺചട്ടിയിൽ വെച്ച കാരണം ചൂട് വേഗം പോവില്ല, കുറച്ചും കൂടെ അതിൽ നിന്ന് തന്നെ തിളക്കും കേട്ടോ. അപ്പം അത് തണിയാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോഴേക്കും ഇപ്പുറത്തുനിന്ന് നമ്മളെ ബീൻസ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിന്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീൻസിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്, അധികമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. തേങ്ങ ചേർത്ത് കൊടുത്താലും തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേ ടേസ്റ്റാണ്. അപ്പം ഈ തേങ്ങ ചേർത്ത് കൊടുക്കാണ്ട് ഞാൻ പിന്നെ യൂട്യൂബ് കണ്ടതാണ് കേട്ടോ അങ്ങനെ ബീൻസ് വറുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് തേങ്ങ ഇല്ലെങ്കിലും. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഞാനും എൻ്റെ ചെറിയ മോനെ ഇല്ല കേട്ടോ. ഓൻ അംഗൻവാടിയിലൊന്നും പോയില്ല. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ കരയും അങ്ങനെയെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ അയക്കലും ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. അപ്പം ഇവിടെ തന്നെ വിചാരിച്ച്. അപ്പം എനക്കും സമയം പോവാനും എല്ലാം ഓൻ തന്നെ വേണം കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഓനെ ഇല്ല ഇന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മീനെല്ലാം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉച്ചക്കത്തെ ഫുഡെല്ലാം ആക്കിയിട്ടുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് ഇതാ മക്കൾ മദ്രസെല്ലാം വിട്ട് വന്നിട്ടുണ്ടായിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ചായ ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇതാ അവർക്ക് ഞാനിങ്ങനെ നെയ്യിട്ടിട്ട് കൊടുക്കലാന്ന്. അപ്പോൾ പഞ്ചസാര കണ്ടാൽ പിന്നെ അവർക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പം അവർ ഒഴിച്ചു കൊടുത്താൽ പഞ്ചസാര നല്ലോണം പത്തിലിന് ഒഴിക്കും കേട്ടോ. അപ്പോൾ പത്തിലിനെ കാട്ടി ഉണ്ടാവും പഞ്ചസാര. അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് റോൾ ചെയ്ത് കൊടുക്കും കേട്ടോ പത്തിൽ. അപ്പോൾ റോൾ ചെയ്തെടുത്തിട്ട് അങ്ങനെ കടിച്ചു തിന്നലാന്നവർ. നമ്മളെ നാടൻ നെയ്യെല്ലാം കിട്ടിയാൽ നല്ലതാണല്ലോ മക്കൾക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ പിടിയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. നാടൻ നെയ്യൊന്നും ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നാടൻ നെയ്യെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം നല്ല ഹെൽത്തിയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബ് കണ്ടതാണ് കേട്ടോ. നെയ്യ് രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. ആർക്കായാലും വലിയ ആൾക്കായാലും ചെറിയ ആൾക്കായാലും രാവിലെ നെയ്യ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ പറയുന്നത് കേട്ടോ. അതാണ് കേട്ടോ നെയ്യ്. പിന്നെ നമ്മളെ പിന്നെ ചിയാ സീഡ് ഹെൽത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ചിയാ സീഡെല്ലാം വെള്ളമാക്കിയിട്ട് കഴിക്കുന്ന, രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന ഇതെല്ലാം നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നട്ട്സ് കുതിർത്തിയിട്ട് ഈത്തപ്പഴം അങ്ങനത്തെ എല്ലാം ഐറ്റംസ് രാവിലെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ വെറും വയറ്റിൽ. അപ്പം പിന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത്, നമ്മൾ പല്ല് തേക്കുന്നതിന് മുമ്പട്ടെ വെറും വയറ്റിൽ തന്നെ നമ്മൾ വെള്ളം കുടിച്ചാൽ നല്ലതോലും. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതാണ്. ഞാനും എൻ്റെ ചെറിയ മോനും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓന് കറി തന്നെയാണ് കേട്ടോ ഇഷ്ടം. എനിക്കിങ്ങനെ നെയ്യും പഞ്ചസാരയൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എൻ്റെ തന്നെ കറി കൂട്ടിയിട്ട് തിന്നിയായിരുന്നു. അപ്പം അവർക്ക് ഇങ്ങനെ സോയാബീൻ പൊരിച്ചതുണ്ടായിന്, അത് ഓനിക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിന്. അപ്പം അതും ഓനിങ്ങനെ പറക്കി തിന്നിയാന്നിട്ട് ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇതാ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതാ 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബെഡ്ഷീറ്റ് ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതിങ്ങനെ പൊട്ടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ പൊട്ടിക്ക്. ചെറിയ മോന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും പിന്നെ ഇതങ്ങനെ കിട്ടിയാൽ പിന്നെ തൃപ്തി ഇതുണ്ടാവില്ല കേട്ടോ. വേഗം അപ്പാടെ തന്നെ പൊട്ടിക്കണം. അപ്പം ഞാനപ്പോൾ പൊട്ടിക്കുന്നുണ്ട്. 2 ബെഡ്ഷീറ്റിനാണ് എന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പൊടികളെല്ലാം ഇടുന്ന അളവ് എൻ്റെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂടിയൊന്നും ഇപ്പം അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരണത്രേ. അപ്പം ബെഡ്ഷീറ്റ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തതാണ് കേട്ടോ. 2 ബെഡ്ഷീറ്റും ആദ്യം ഒന്ന് ഓർഡർ ചെയ്തിട്ട് പിന്നെ അതേ സെയിം ഇതന്നെ കളർ ചേഞ്ചായിട്ട് കുറച്ച് റേറ്റ് കുറവുണ്ടായിരുന്നു. അപ്പം ബ്ലാക്കിനാണ് കേട്ടോ റേറ്റ് കൂടുതൽ വരുന്നത്. അപ്പം ബ്ലാക്കിന് അത്ര ഇല്ലും 306 റുപ്യാണ് കേട്ടോ ബ്ലാക്കിന് വന്നത്. അപ്പം യെല്ലോക്ക് 267 അങ്ങനെയാട്ടോ എന്നിട്ട് റേറ്റ്. പക്ഷെ നല്ല ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. നല്ല തുണിയും തന്നെ അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് കേട്ടോ. പില്ലോയെല്ലാം നല്ല വലിപ്പമുള്ള പില്ലോ തന്നെയാണ്. പക്ഷേ ബ്ലാക്ക് എന്ന് വെച്ചാൽ നല്ല ആ ഫോണിൽ കണ്ടത്ര കളറ് അത്ര ഇല്ല കേട്ടോ. എന്നാലും കുറച്ചൊരു മങ്ങിയ ഒരു കളറാണെന്നുണ്ടായിന്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ബെഡ്ഷീറ്റ് തന്നെയാണ്, നല്ല തുണിയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇതെല്ലാം
ഇതിൻ്റെ കുറേ കളർ ചേഞ്ച് ഞാൻ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ നല്ല ബെഡ്ഷീറ്റ് തന്നെയാണ്. എത്ര ഇളക്കിയാലും ഒന്നും പോകുന്നില്ല കേട്ടോ. ഇതാ രണ്ടാമത് ഇതാ ഞാൻ യെല്ലോ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. യെല്ലോ ഞാൻ അങ്ങനെ ഇഷ്ടമില്ലാണ്ട് വാങ്ങിച്ച ഒരു കളറായിരുന്നു കേട്ടോ. എനിക്ക് ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ കാണുമ്പോൾ എനിക്കിപ്പം യെല്ലോ ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടം കാണുന്നു. ബ്ലാക്ക് ഞാൻ കുറേ നാളായി കേട്ടോ വാങ്ങിക്കാൻ ആഗ്രഹിച്ച് ഇതാക്കുന്ന ഒരു കളറാണ്. പക്ഷേ പിന്നെ എന്തോ പിന്നെ രസം ഉണ്ടാവുമെന്നില്ല ഒരു ഇത് കൊണ്ടാണ് കേട്ടോ വാങ്ങിക്കാൻ. ഇപ്പം രണ്ടും കൽപ്പിച്ച് വാങ്ങിച്ചതാണ്. നല്ലൊരു ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. പില്ലോ എല്ലാം നല്ല വലിപ്പമുള്ള ഒരു പില്ലോ തന്നെയാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല പിന്നെ പോവാത്ത മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. മുമ്പ് ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കൽ. എനിക്ക് ഈ പ്ലെയിൻ ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പൂക്കളോ അങ്ങനെ ഇല്ലയൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഇങ്ങനത്തെ പ്ലെയിൻ ബെഡ്ഷീറ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് പിരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇത് വിരിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉച്ചയെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ഇതാ ഞാനും എൻ്റെ മോനും ചോറ് കഴിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ, ചെറിയ മോന്. അപ്പം ഇതാ കറിയും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായതല്ലേ, അപ്പം കുറച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ രാവിലെ വെച്ചാൽ തണിഞ്ഞല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പം ഇതാ മീനും എല്ലാം ഇട്ടിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനും ഓനും ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഓന് ഇതാ വേറെ തന്നെയാണ് കേട്ടോ. ഞാൻ വാരി കൊടുക്കുകയൊന്നും വേണ്ട, ഓന് പറയണമെന്ന്. ഞാൻ ഒറ്റക്ക് തന്നെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാരി കൊടുക്കാൻ നിന്നാലും ഓൻ കേൾക്കില്ല കേട്ടോ. പിന്നെ ഓൻ തന്നെ വാശിക്ക് ഒറ്റക്ക് തന്നെ കഴിക്കലാന്ന്. മുമ്പേ ഓൻ ഒറ്റക്ക് തന്നെ കഴിക്കലാന്ന് കേട്ടോ. എനിക്ക് വാരി കൊടുക്കലൊന്നുമില്ല. അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ ഒറ്റക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒറ്റക്ക് കഴിച്ച് ശീലമായാൽ നല്ലതല്ലേ മക്കൾക്ക്. അപ്പം മുമ്പേ ഒറ്റക്ക് തന്നെ കഴിക്കൽ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മീൻ നുള്ളി തരാമെന്നെല്ലാം പറഞ്ഞിട്ട് ഓനൊന്നിനും നിൽക്കുന്നില്ല കേട്ടോ. ഞാനെന്നെ നുള്ളും അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓനെന്നെ വലിയ ഒരു ആളെ കളി കളിച്ചിട്ട് മീനെല്ലാം നുള്ളാൻ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിട്ടാ. അപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ നുള്ളി കൊടുത്തട്ടാ മീൻ. അപ്പം പറയുന്നുണ്ട് മീൻ നുള്ളി തരണ്ട, അങ്ങനെ പറഞ്ഞാലും ഞാൻ എന്നെ വയ്യ നുള്ളി കൊടുത്ത്. അപ്പോൾ അതൊക്കെ ചോറ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് സുഖിയനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സുഖിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സുഖിയൻ ഇങ്ങനെ കാണാൻ നല്ല റൗണ്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സുഖിയൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മധുരം കുറച്ച് ഞാൻ പിന്നെ ശർക്കര കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് ആ ബോൾസ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ടായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ മധുരം കൂടുതലില്ലെങ്കിൽ പിന്നെ അവർ കഴിക്കൂല. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ട് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മധുരം എല്ലാം വന്നുകൊണ്ട് എനിക്ക് പിന്നെ അധികം ചായ കഴിച്ചുകൂടാ. എന്നാലും ഞാൻ ഒരു സുഖിയനും എടുത്ത് കുറച്ച് ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ കാണുമ്പോൾ എന്തായാലും എനിക്ക് ഇത് വരില്ല കേട്ടോ. അപ്പം കുറച്ച് ഒരു 2-3 കവള് ചായയും ഒരു സുഖിയനും എടുത്ത് തന്നിട്ടുണ്ടായി. എനിക്ക് മധുരത്തോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാ യെല്ലോ കളർ ബെഡ്ഷീറ്റ് പിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബെഡ്ഷീറ്റ് തന്നെയാണ്. നല്ല പില്ലോ എല്ലാം കാണുന്നില്ല, നല്ല അത്യാവശ്യം വലിപ്പമുള്ള പില്ലോ തന്നെയാണ് കേട്ടോ. അപ്പോൾ പില്ലോ കവർ തന്നെയാണ്. അപ്പം നല്ല വലിപ്പമുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ. ഇതിനും വലിയ ബെഡിനും പിരിക്കാം കേട്ടോ. അപ്പോൾ സൈഡ് ഭാഗമെല്ലാം ഞാൻ കാണിച്ചു തരാം. സൈഡ് ഭാഗമെല്ലാം നല്ല അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുണ്ട് കേട്ടോ. അതുമല്ല നമ്മളെ ബെഡിന് ഇങ്ങനെ കണക്കായിട്ട് ഇങ്ങനെ ആ ഒരു തുള്ളിപ്പായുന്ന ഒരു ബെഡ്ഷീറ്റൊന്നുമല്ല കേട്ടോ. അപ്പം ബെഡിന് വിരിച്ചാൽ വിരിച്ചതുപോലെ നിൽക്കുന്ന ബെഡ്ഷീറ്റ് തന്നെയാണ്. അപ്പം യെല്ലോ കളർ ബെഡ്ഷീറ്റ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വിരിച്ച് കാണിച്ചു തന്നതിന്. അത് കഴിഞ്ഞ് ബ്ലാക്കും വിരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൂടുതലായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായത് യെല്ലോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.
അപ്പം ഞാൻ ബ്ലാക്കാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചത്, പക്ഷേ യെല്ലോ ആണ് രസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബായ്.